now we are going to learn about tips for making banner ads. Let's move on to the screen and learn about the tips. നമ്മൾ ബാനർ ആഡ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആ ഒരു ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്ത് അതിൻ്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. സോ ബ്രാൻഡ് അവയർനെസ്സിന് എപ്പോഴും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കളർ. സോ ഫസ്റ്റ് തിങ് ഈസ് യൂസ് ഓഫ് കളർ. അപ്പോൾ അത് ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന കളേഴ്സ് വേണം നമ്മൾ ഡിസ്പ്ലേ ആഡുകളിൽ നമ്മൾ ഉപയോഗിക്കാൻ. പിന്നെ ഈ ഒരു ബാനർ നമ്മുടെ വെബ്സൈറ്റ് ഏത് വെബ്സൈറ്റിലാണോ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്ന ടൈപ്പ് ബാനേഴ്സ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളും സെലക്ട് ചെയ്യുക. റീമാർക്കറ്റിംഗ് രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളത് നോർമൽ വെബ്സൈറ്റിൽ വരുന്ന രീതിയിനേക്കാൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാനേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ പോകാനുള്ള ചാൻസ് ഉണ്ട്. നൗ ദ ഓഡിയൻസ് ഓഫ് യുവർ ബാനർ ആഡ് ഫീൽ, അതായത് അവരുടെ ഈ ബാനർ ആഡ് കാണുമ്പോൾ ഈ ഓഡിയൻസിന് ഈ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു പല ഡിഫറെൻറ്റ് ഇമോഷൻസ് വരും. ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആഡുകളായിരിക്കണം ഈ ഒരു കളേഴ്സ് കൊണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, സിംപ്ലിസിറ്റി ഈസ് ദ കീ. മേക്ക് ദി ആഡ് സിമ്പിൾ. ഭയങ്കരമായിട്ടും ഈ ഓവർ ക്രൗഡഡ് ആകാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യം, ചെറിയൊരു ഗ്യാപ്പ്, ചെറിയൊരു ടൈമേ നമുക്ക് ഈ ഒരു ബാനർ ആഡുകൾ ഈ യൂസേഴ്സിന്റെ ഫ്രണ്ടിലോട്ട് പോകുന്നുള്ളൂ. ആ ഒരു ടൈമിൽ മാക്സിമം അവരെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ബ്രാൻഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, നമ്മുടെ പേർപ്പസ് ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കണം. ഇപ്പോൾ റീമാർക്കറ്റിംഗ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ റീമാർക്കറ്റിംഗിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മളൊരു അവയർനെസ്സിനാണെങ്കിൽ നമ്മുടെ പേർപ്പസ് എന്തായിരിക്കും, നമ്മുടെ ബ്രാൻഡിന്റെ ക്രെഡിബിലിറ്റി, ട്രസ്റ്റ് ഫാക്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ CTA, നല്ല ഐ കാച്ചിങ് ആയിട്ടുള്ള പിക്ചർ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്പ്ലേ ആഡിൽ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ആഡ് കോപ്പി ഡിസൈൻ. അപ്പോൾ ആഡ് കോപ്പിക്ക് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ത്രൂ ഔട്ട് ദി മൊഡ്യൂൾസ് നമ്മൾ പറഞ്ഞതാണ് ആഡ് കോപ്പി അല്ലെങ്കിൽ ആഡിൽ വരുന്നത് എന്താണോ അതിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, കൺവേർഷനിലോട്ട് ആളുകളെ എത്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലേ. സോ അവോയ്ഡ് ഫ്ലാഷിംഗ് ഓർ ഫ്ലിക്കറിംഗ് ഡിസൈൻസ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ലീൻ, ലിമിറ്റഡ് ആൻഡ് സ്ട്രോങ് കോപ്പി യൂസ് ചെയ്യുക. കീപ്പിംഗ് മൈൻഡ് ദാറ്റ് പീപ്പിൾ ഡോണ്ട് ഹാവ് മച്ച് ടൈം, സോ ദ ലെസ് ഫോർ ദം ടു റീഡ് ഈസ് ദ ബെസ്റ്റ്. ആൻഡ് ഇൻക്ലൂഡ് യുവർ USP അല്ലേ. നമ്മൾ നേരത്തെ ലാൻഡിംഗ് പേജിൽ കൊടുക്കണം എന്ന് പറയുന്ന പോലെ നമ്മുടെ യുണീക് സെല്ലിംഗ് പോയിന്റ്സ് ഒക്കെ ഈ ഡിസ്പ്ലേ ആഡുകളിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീമാർക്കറ്റിംഗ് ടൈമിലൊക്കെ കൺവേർഷൻസിന് ചാൻസ് കൂടുതലാണ്. നൗ കോൾ ടു ആക്ഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. കോൾ ടു ആക്ഷൻ വളരെ സിമ്പിൾ ആൻഡ് ഹൈലൈറ്റ് കോൺട്രാസ്റ്റിംഗ് ആയിരിക്കണം. ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൾ ടു ആക്ഷൻ എന്തായാലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. So in this module now we have learned about tips for making banner ads. So ഈ ഡിസ്പ്ലേ ആഡ്സിന്റെ തന്നെ വേറൊരു ടൈപ്പ് ആയ റെസ്പോൺസീവ് ഡിസ്പ്ലേ ആഡ്സ്, അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. So let's see you on the next session.